ഇന്നത്തെ വീഡിയോ ആറ്റിങ്ങൽ മുതൽ കഴക്കൂട്ടം വരെയുള്ള NH66 അപ്ഡേറ്റ് വീഡിയോ ആണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് അല്പം ഡീസൽ അടിച്ചിട്ട് ഈ യാത്ര തുടങ്ങാം. ഇതിനു മുമ്പ് ഈ സ്ട്രെച്ചിൽ ഞാൻ ചെയ്ത വീഡിയോ 2 മാസം മുന്നേ ആയിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. കാലാവസ്ഥ ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന ഈ സമയത്ത് എന്തുമാത്രം പണി പൂർത്തിയായി എന്ന് പരിശോധിക്കാം. ഇപ്പോൾ മാമത്ത് നിലവിലുള്ള പാലത്തിന് സമീപമാണുള്ളത്. ഇവിടെ ഒരു ഇരട്ടപ്പാലങ്ങൾ വരേണ്ടിയതാണ്. ഇതുവരെ അതിൻ്റെ പണികളൊന്നും തുടങ്ങിയിട്ടില്ല. പാലത്തിലേക്ക് എത്തുന്ന അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ തുടക്ക സ്ഥലമായതുകൊണ്ട് ഇവിടെ ഒരു ഗ്രേഡ് സെപ്പറേറ്റർ വരേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു അനുമാനം. എന്നാൽ അതിൻ്റെയും പ്രവർത്തനങ്ങളൊന്നും തുടങ്ങി കണ്ടില്ല. ഇവിടെ വലതുവശത്ത് നോക്കിയാൽ കാണാം, റോഡിൻ്റെ പ്രാഥമികമായിട്ടുള്ള ടാറിങ്ങിന് വേണ്ടിയിട്ട് ബിറ്റുമിൻ കോട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഇവിടെയും വലതുവശത്ത് നോക്കിയാൽ കാണാം, ഗ്രാവൽ ഉറപ്പിക്കുന്ന പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയും ബിറ്റുമിൻ കോട്ട് ചെയ്ത് പ്രാഥമിക ടാറിങ്ങിലേക്ക് കടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവിടെ വരെയാണ് നിലവിൽ റോഡ് പണി നടക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കോരാണിയിൽ വരുന്ന അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡ് തുടങ്ങേണ്ടിയ സ്ഥലമാണ്. ധാരാളമായിട്ട് എർത്ത് വർക്ക്സ് വേണ്ടി വരുന്ന ഒരു പ്രദേശവും കൂടിയാണ്. ഒരു വശത്ത് ആഴമുള്ള സ്ഥലത്ത് നിന്ന് മണ്ണ് നിറച്ച് വരേണ്ടിയ പ്രവൃത്തികൾ ധാരാളം ബാക്കിയുണ്ട്. അത് പക്ഷേ ഒരു ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകുന്നതായി തോന്നിയില്ല. കോരാണിയിൽ വരുന്ന അണ്ടർപാസിൻ്റെ സ്ട്രക്ചറൽ വർക്ക് ഒരുപാട് കാലം മുന്നേ കഴിഞ്ഞതാണ്. തെക്ക് സൈഡിൽ കുറച്ചു കാലം മുന്നേ കുറച്ചൊരു ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പുതുതായി പുരോഗതിയൊന്നും കണ്ടില്ല. ഈ പ്രദേശത്തൊക്കെ ഇടയ്ക്ക് കുറച്ച് പ്രവർത്തികൾ നടന്നിരുന്നു. എന്നാൽ ഇന്ന് ഇവിടെയൊന്നും ഒരു ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത് എങ്ങും കണ്ടില്ല.
ചെമ്പകമംഗലം അണ്ടർപാസിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്രോച്ച് റോഡിൻ്റെ പണികളൊന്നും ആക്റ്റീവായി നടക്കുന്നില്ല. സ്ട്രക്ചറൽ വർക്ക് ഒരുപാട് കാലം മുന്നേ കംപ്ലീറ്റ് ചെയ്തതാണ്. ചെമ്പകമംഗലം അണ്ടർപാസിനും 16-ാം മൈൽ അണ്ടർപാസിനും ഇടയിലുള്ള എർത്ത് വർക്ക്സും പുനരാരംഭിച്ചതായി കണ്ടില്ല. പതിനാറാം മൈലിലെ അണ്ടർപാസിൻ്റെയും സ്ട്രക്ചറൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരുപാട് കാലമായി. നേരത്തെ പറഞ്ഞതുപോലെ അപ്രോച്ച് റോഡുകൾ ഇതുവരെയും ഒരു ജീവൻ വെച്ചതായി കണ്ടില്ല. ഈ ഒരു പ്രദേശത്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ വർക്ക് നടക്കുന്ന കണ്ടിരുന്നു. പക്ഷേ ഇന്നിപ്പോഴും ഇവിടെ ഒന്നും ഒരു ആക്റ്റീവ് വർക്ക് സൈറ്റായിട്ട് കാണുന്നില്ല. ഇടതുവശത്തെ സർവീസ് റോഡ് ഒരല്പം ഉയരത്തിലാണ്. അവിടുത്തെ റീറ്റെയിനിങ് വാളിൻ്റെ കൺസ്ട്രക്ഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മംഗലപുരത്തേക്കുള്ള യാത്ര ഇപ്പോൾ സർവീസ് റോഡിൽ കൂടിയാണ്. അപ്പോൾ ഈ മതിലിനപ്പുറത്തെ ദൃശ്യങ്ങൾ തിരിച്ചു വരുന്ന വഴി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അവസാനമായി ഉൾപ്പെടുത്താം. മംഗലപുരത്ത് ചെറിയൊരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നത് 2x സ്പീഡിൽ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഗ്രേഡ് സെപ്പറേറ്ററിൻ്റെ പണികളൊന്നും പുനരാരംഭിച്ചിട്ടില്ല. ഒരു സൈഡിലുള്ള പിയറിൻ്റെ വർക്കുകൾ മാത്രമേ ഇപ്പോഴും കഴിഞ്ഞിട്ടുള്ളൂ.
മംഗലാപുരത്തിനും CRP ക്യാമ്പിനും ഇടയിൽ ഒരുപാട് എർത്ത് വർക്ക്സ് ആവശ്യമുള്ള പ്രദേശമാണ്. ഒരു ഇറക്കവും കയറ്റവും ഉള്ളൊരു പ്രദേശമാണ്. അവിടെ ടെക്നോ പാർക്ക് ഫേസ് 4 മുന്നിൽ വരുന്ന അണ്ടർപാസിൻ്റെ പണികൾ ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. നേരത്തെ പോലെ തന്നെയുള്ളൂ. നേരെ മുന്നിൽ കാണുന്നതാണ് നേരത്തെ പറഞ്ഞ ഫേസ് 4 മുന്നിൽ വരുന്ന അണ്ടർപാസ്. അത് പിയറുകളിൽ വരുന്ന ഒരു വലിയ അണ്ടർപാസ് ആയിരിക്കാനാണ് സാധ്യത. ഒരു സൈഡിലെ പിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് കാലം കുറയായി, മറു സൈഡിലെ വർക്ക് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. വലത് സൈഡിൽ നേരത്തെ കൂട്ടിയിട്ടിരുന്ന മണ്ണ് ഇപ്പം നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതൊരു ആക്റ്റീവ് പ്രവൃത്തിയായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ CRP ക്യാമ്പിന് മുന്നിൽ വരുന്ന അണ്ടർപാസിന് സമീപത്തേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് സാമാന്യം വലിയൊരു അണ്ടർപാസാണ്. അതിൻ്റെ ഗർഡർ ലോഞ്ചിങ് ഒക്കെ നേരത്തെ കഴിഞ്ഞതാണ്. നമ്മുടെ ആറ്റിങ്ങൽ ബൈപ്പാസ് ബ്രിഡ്ജ് സൈറ്റിൻ്റെ പ്രവൃത്തികൾക്കൊപ്പം തന്നെ പൂർത്തിയായതാണ്. ഇപ്പോഴവിടെ ക്രോസ് ഗർഡർ ചെയ്യാനുള്ള പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിർമ്മിച്ചു വച്ചിരിക്കുന്ന ഗർഡറുകൾ ഇനി മംഗലാപുരം അണ്ടർപാസിനും അതേപോലെ തന്നെ ടെക്നോ പാർക്ക് ഫേസ് 4 അണ്ടർപാസിനും ഒക്കെ ഉപയോഗിക്കാനുള്ളതാണെന്ന് കരുതുന്നു. ഇവിടെയും ഗതാഗതം ഇപ്പോൾ സർവീസ് റോഡിൽ കൂടെയാണ്. അപ്പോൾ ഈ മതിലിനപ്പുറത്തെ കാഴ്ചകൾ തിരിച്ചു വരുന്ന വഴി ഷൂട്ട് ചെയ്തത് ഉൾപ്പെടുത്താം.
ഈ ഭാഗത്തേക്ക് പ്രവർത്തികൾ നേരത്തെ കണ്ടതുപോലെയൊക്കെ തന്നെ ഉള്ളൂ. പുതുതായി ഒന്നും കഴിഞ്ഞ വീഡിയോയെ അപേക്ഷിച്ച് പറയാനില്ല. ഇപ്പോൾ കണിയാപുരത്തേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയും ഗ്രേഡ് സെപ്പറേറ്ററിനെ ചൊല്ലി ജനങ്ങളും NHAയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. നീളം കൂട്ടണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾ പ്രക്ഷോഭത്തിലാണ്. ഇവിടെ ജാഥയോ പ്രകടനമോ എന്തോ കാരണം റോഡ് കുറച്ചധികം ബ്ലോക്കായിരുന്നു. അല്ലെങ്കിൽ ബ്ലോക്കുള്ള സ്ഥലമാണ്. അപ്പോൾ അത് 2x സ്പീഡിൽ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. കണിയാപുരത്തെ അണ്ടർപാസ് പുതുതായി ഒന്നും നടന്നിട്ടില്ല. നേരത്തെ അപേക്ഷിച്ച് ഒരുപക്ഷെ ഒരു തീരുമാനമാകാത്തത് കൊണ്ട് കൂടിയാവാം ഈ ഒരു പുരോഗമനമില്ലായ്മ. വെട്ട് റോഡ് വരുന്ന അണ്ടർപാസിന് സമീപത്തേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ ഊർജിതമായി പണി നടക്കുന്നുണ്ട്. പിയർ ക്യാപ്പിൻ്റെയും മറ്റും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പിയറുകളും പല സ്റ്റേജിലാണ്. ചിലത് പൈൽ ക്യാപ്പിംഗ് പോലും കഴിഞ്ഞിട്ടില്ല. ചിലത് പിയർ ക്യാപ്പ് ചെയ്യുന്ന പ്രവൃത്തികളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ കഴക്കൂട്ടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും യാത്ര സർവീസ് റോഡിൽ കൂടിയാണ്. മതിലിനപ്പുറത്തെ കാഴ്ചകൾ തിരിച്ചു വരുന്ന വഴി ഷൂട്ട് ചെയ്ത് കാണിക്കാം.
സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റിൻ്റെ കുറച്ച് പെയിൻറ്റ് എനിക്ക് തരാമെന്ന് വാഗ്ദാനം ചെയ്തതാണ്. എന്നാൽ എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് വാങ്ങിച്ചില്ല. അങ്ങനെ യാത്ര ചെയ്ത് കഴക്കൂട്ടത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ തിരിച്ചുള്ള ദിശയിൽ നേരത്തെ പറഞ്ഞ ഒരു 2-3 സ്ഥലത്തെ ക്ലിപ്പുകളും കൂടി കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. കഴക്കൂട്ടം CSI ഹോസ്പിറ്റലിനും അൽസാജിനും മുന്നിലൊക്കെയായി എർത്ത് വർക്ക്സ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം വെട്ട് റോഡ് എത്തുന്നവരെ ഈ ഒരു ഭാഗത്തായി 3 വരിപ്പാതയുടെ വീതിയിൽ എർത്ത് വർക്ക്സ് ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. വരിപ്പാതയൊക്കെ വരുമ്പം ഡ്രൈവിംഗ് ഒക്കെ എന്താകുമോ എന്തോ. പള്ളിപ്പുറത്തിനും CRPക്കും ഇടയിലുള്ള ഈ പ്രദേശത്ത് വലതുവശത്തെ മെയിൻ ഗേരേജ് ടാറിങ് നേരത്തെ കഴിഞ്ഞതാണ്. ഇടതുവശത്ത് ഇപ്പോഴ് ടാറിങ്ങിന് മുന്നോടിയായിട്ടുള്ള ബിറ്റുമെൻ കോട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ടാറിങ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇടതുവശത്തായി എർത്ത് വർക്ക്സും റിട്ടേണിംഗ് വാളിൻ്റെ വർക്ക്സും ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് മംഗലാപുരത്ത് എത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു സൈഡിലുള്ള പിയറുകൾ മാത്രമേ കാസ്റ്റ് ചെയ്തിട്ടുള്ളൂ. മറുവശത്തെ പണികൾ ഇനിയും തുടങ്ങിയിട്ടില്ല. ഇവിടുത്തെ റീറ്റൈനിങ് വാളിന് അനുബന്ധമായിട്ടുള്ള സോയിൽ ഫില്ലിങ്ങും കോമ്പാക്ഷനും ഒക്കെ കുറേ കാലം മുന്നേ ചെയ്ത് വെച്ച പോലെ ഇപ്പോഴും ഉള്ളൂ. പുതുതായിട്ട് പുരോഗമിച്ചിട്ടൊന്നുമില്ല. പണികളൊന്നും ആക്റ്റീവായി നടക്കുന്നുമില്ല. പണികൾ ഇപ്പോഴും ഒരു അലസഭാവത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി 1.5 മാസം കഴിഞ്ഞാൽ അടുത്ത മഴക്കാലമായി. ഈ റീച്ചിൻ്റെ പൂർത്തിയാകലിന് വേണ്ടി ഇനിയും കാത്തിരിപ്പ് നീളും എന്നത് ഉറപ്പ്.